ഫിഷ് മസാലയാണ്. അതിന് ഞാൻ കാശ്മീരി ചില്ലി ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഈ മുളകാകുമ്പോൾ തീരെ എരിവ് ഉണ്ടാവില്ല, നല്ല കളറും കിട്ടും. ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വിനീഗർ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3 ടേബിൾ സ്പൂൺ വിനീഗറും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് കുതിർത്താൻ വെക്കാം. ഒരു 1 hour നമുക്കിത് വെക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള നെയ്മീനാണ്. അതൊരു 4 കഷ്ണം നെയ്മീൻ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3 വെളുത്തുള്ളി, 3 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, ഒരു തക്കാളി, പിന്നെ ഒരു ചെറിയ കഷ്ണം സവാള. ഇതെല്ലാം കൂടി ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ 1 hour നേരത്തെ എടുത്തു വെച്ചിരുന്ന മുളകാണത്. ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ സോക്ക് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പം പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് സോക്കായി കിട്ടുകയും ചെയ്യും. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. തക്കാളി ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് അരഞ്ഞ് കിട്ടും. പിന്നെ കാശ്മീരി ചില്ലി ആണ് യൂസ് ചെയ്യുന്നതും ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എരിവ് വളരെ കുറവായിരിക്കും, നല്ല കളറും കിട്ടും. പിന്നെ ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച മുളകും കൂടിയും ചേർക്കാം. കുരു കളഞ്ഞിട്ട് ഇട്ട് വെക്കണമെങ്കിൽ കുരു കളഞ്ഞിട്ട് ഇട്ട് വെച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് എരിവ് കുറച്ച് മതി, അതോ നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ മുളക് അതിനനുസരിച്ച് കുറച്ചാൽ മതിയാവും. പിന്നെ ഞാൻ ആ മുക്കി വെച്ച വിനീഗറിൻ്റെ വെള്ളത്തിൻ്റെ ആ മിക്സ് കുറച്ച് അതിലൊഴിച്ച് അരച്ചെടുക്കുന്നുണ്ട്. എരിവ് നമുക്ക് പുളിക്ക് വേണ്ടത് തക്കാളിയും ഈ വിനീഗറും മാത്രമാണ്, വേറെ പുളിയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ല പേസ്റ്റായി ഒന്ന് അരച്ചെടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചത്, ഒരു കുറച്ച് വേപ്പില. ഇപ്പോൾ നല്ല പേസ്റ്റായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല കളറും ഉണ്ട്, നല്ല തിക്കായിട്ടുള്ള പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടുണ്ട്. നല്ല കളറും ഉണ്ട് കാശ്മീരി ആയതുകൊണ്ട് തന്നെ. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം, ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വേപ്പില പച്ചമുളക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴറ്റി കൊടുക്കാം. അത് വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതിലേക്ക് മസാല ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതിലേക്ക് അരച്ചു വെച്ച മസാല ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ റോ സ്മെല്ല് പോകുന്ന വരെ നല്ലോണം ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റി നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മീനിട്ട് വേവിച്ചെടുക്കണ്ടല്ലോ, അപ്പോൾ കുറച്ച് വെള്ളം കൂടി വേണം. അപ്പോൾ അത് മീനൊന്ന് മുങ്ങാൻ ആവശ്യമുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം വേണ്ട, എന്താ വെച്ചാൽ തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇതിരിക്കുന്നത്. പിന്നെ ഫിഷ് ആണെങ്കിൽ അധികം ഇട്ട് വേവിക്കുന്നില്ല, അതുകൊണ്ട് തിക്കിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫിഷ് വെച്ച് കൊടുക്കാം. മീൻ നമുക്ക് ഇതുപോലെ ഒന്ന് വയ്ക്കാം. ഈ മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് മീതെ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം. ഈ മീൻ എടുത്ത് ഇളക്കാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനൊക്കെ. ഈ ഫിഷിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ മസാലയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. എന്നുവെച്ചാൽ അധികം ഗ്രേവി ഇല്ലല്ലോ, തിക്ക് ഗ്രേവി ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ മസാല ഒന്ന് ഇതുപോലെ നമുക്ക് എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 8 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിരിച്ചിടാം. മറ്റേ സൈഡും നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിക്കട്ടെ. ഈ മീനായതുകൊണ്ട് തന്നെ അധികം വേവില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. പിന്നെ നമ്മളത് ഇളക്കുമ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ, പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ തന്നെ മീനൊന്ന് തിരിച്ചിട്ട് നമുക്ക് ആ മസാല വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ചൊരു 5 മിനിറ്റും കൂടി ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന്, മീഡിയം എന്ന് വെച്ചാൽ ഇപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടാലും മതിയാവും. ഒന്ന് മൂടി വെച്ച് നമുക്കൊന്നും കൂടി ഒന്ന് ഒരു 5 മിനിറ്റോളം വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. മസാലയൊക്കെ നല്ല ഫിഷിലൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ നെയ്യൊക്കെ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ഈ മസാല കൂട്ടി നമുക്ക് ചപ്പാത്തി, പൊറോട്ട, റൈസൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അധികം ഗ്രേവി ഒന്നും ഉണ്ടാവില്ല, തിക്ക് മസാല ആയിരിക്കും. എന്നാലും ഈ മസാല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എപ്പോഴും നമ്മളിത് മസാല വഴറ്റുമ്പോൾ ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആ മസാലയുടെ കുത്തുണ്ടാവും. അപ്പോൾ നന്നായിട്ട് വഴറ്റിയിട്ട് വേണം ഇത് ഫിഷൊക്കെ ഇടാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.